കേരള ബ്രാഹ്മണ കുടിയേറ്റം. ഭാഷയുടെയും സമൂഹത്തിന്റെയും പരിണാമം. കേരളത്തിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു സുപ്രധാന സംഭവമായിരുന്നു ബ്രാഹ്മണരുടെ കുടിയേറ്റം. ശാരീരികമായി കരുത്തരായ തനത് സംസ്കാരവും ഭാഷയും ഉണ്ടായിരുന്ന ദ്രാവിഡ ജനതയെ അവർ കീഴടക്കിയത് ആയുധം കൊണ്ടായിരുന്നില്ല, മറിച്ച് ആശയങ്ങളും സാമൂഹിക ഘടനകളും ഉപയോഗിച്ചായിരുന്നു. ചെറിയ തോതിലുള്ള കുടിയേറ്റങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം. എങ്കിലും കേരളത്തിലേക്ക് ബ്രാഹ്മണർ, പ്രത്യേകിച്ച് നമ്പൂതിരിമാർ, സംഘടിതമായി കുടിയേറാൻ തുടങ്ങിയത് ഏകദേശം 8-ാം നൂറ്റാണ്ടോടുകൂടിയാണ്. CE 8th century. അവരുടെ വൈജ്ഞാനികവും മതപരവുമായ ഭാഷ സംസ്കൃതമായിരുന്നു. ദ്രാവിഡർ ശാരീരികമായി കരുത്തരും സ്വന്തമായി നാട്ടുരാജ്യങ്ങളും സൈനിക ശക്തിയുമുള്ളവരായിരുന്നു. എന്നിട്ടും ബ്രാഹ്മണർക്ക് മുന്നിൽ അവർ സാമൂഹികമായി കീഴടങ്ങാൻ പല കാരണങ്ങളുണ്ടായിരുന്നു. ഇതൊരു സാംസ്കാരിക അധിനിവേശമായിരുന്നു. ബ്രാഹ്മണർ വേദങ്ങളും ശാസ്ത്രങ്ങളും അറിയുന്ന, യാഗങ്ങളും പൂജകളും ചെയ്യാൻ കഴിവുള്ള പണ്ഡിതനായിരുന്നു. രാജാക്കന്മാർക്കും സാധാരണക്കാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഈ ദൈവികമായ അറിവ് അവർക്ക് സമൂഹത്തിൽ ഒരു ഉയർന്ന സ്ഥാനം നൽകി. രാജാക്കന്മാർ പോലും അവരുടെ ഉപദേശങ്ങൾ തേടി. തദ്ദേശീയരായ ദ്രാവിഡ രാജാക്കന്മാരെയും ജനതയെയും അവർണരായി പ്രഖ്യാപിച്ച് സമൂഹത്തിന്റെ താഴെത്തട്ടിലേക്ക് തള്ളി. അവർ ചാതുർവർണ്ണ്യം എന്ന കർശനമായ ജാതി വ്യവസ്ഥ നടപ്പിലാക്കി. ഈ വ്യവസ്ഥയിൽ അവർ തലപ്പത്തിരുന്നു. ജന്മി സമ്പ്രദായം നടപ്പിലാക്കി അവർ ഭൂമിയുടെ ഉടമകളായി. പരശുരാമൻ കേരളം തങ്ങൾക്ക് ദാനം നൽകിയതാണെന്ന ഐതിഹ്യം പ്രചരിപ്പിച്ച് ഈ ഭൂമി കയ്യേറ്റത്തിന് അവരൊരു ദൈവിക പരിരക്ഷ നൽകി. ഇതോടെ നാടിന്റെ ഉടമകളായിരുന്ന ദ്രാവിഡർ സ്വന്തം മണ്ണിൽ അവകാശമില്ലാത്തവരും ജന്മിമാരുടെ അടിമകളുമായി മാറി. ദ്രാവിഡരുടെ നാട്ടുദൈവങ്ങളെയും വിശ്വാസങ്ങളെയും അവർ തങ്ങളുടെ പുരാണങ്ങളുമായി ബന്ധിപ്പിച്ചു. പല ദൈവങ്ങളെയും ബ്രാഹ്മണ ദൈവങ്ങളുടെ കീഴിലുള്ളവരാക്കി മാറ്റി. ബ്രാഹ്മണർ വരുന്നതിനു മുൻപ് കേരളത്തിൽ സംസാരിച്ചിരുന്ന ഭാഷ തമിഴിന്റെ ഒരു പ്രാദേശിക രൂപമായ കൊടുന്തമിഴായിരുന്നു. ഇത് സംഘകാലഘട്ടത്തിലെ തമിഴ് സാഹിത്യത്തിന്റെ ഭാഗമായിരുന്നു. കുടിയേറിയ ബ്രാഹ്മണരുടെ പാണ്ഡിത്യഭാഷ സംസ്കൃതമായിരുന്നു. അവരുടെ വരവോടുകൂടി ഭരണത്തിലും സാഹിത്യത്തിലും ദൈനംദിന ജീവിതത്തിലും സംസ്കൃത വാക്കുകൾ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങി. കൊടുന്തമിഴും സംസ്കൃതവും തമ്മിലുള്ള ഈ തീവ്രമായ സമ്പർക്കമാണ് മലയാളത്തിന് അതിന്റെ തനതായ രൂപം നൽകിയത്. ഈ ഭാഷാപരമായ കൂടിച്ചേരലിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മണിപ്രവാളം എന്ന സാഹിത്യ പ്രസ്ഥാനം. മണി എന്നാൽ മലയാളം, അതായത് ദ്രാവിഡം; പ്രവാളം എന്നാൽ സംസ്കൃതം. ഈ രണ്ട് ഭാഷകളും ഒരുമിച്ച് ചേർത്തുള്ള ഒരു കാവ്യരചനാ രീതിയായിരുന്നു ഇത്. ഉണ്ണുനീലി സന്ദേശം തുടങ്ങിയ മണിപ്രവാള കൃതികൾ ഇതിനുദാഹരണമാണ്. ഈ കൂടിച്ചേരലാണ് മലയാളത്തെ തമിഴിൽ നിന്ന് പൂർണ്ണമായും വേർപെടുത്തി ഒരു സ്വതന്ത്ര ഭാഷയാക്കി മാറ്റിയത്. ചുരുക്കത്തിൽ, മലയാളത്തിന്റെ ശരീരം ദ്രാവിഡവും അതിന് ആത്മാവ് പകർന്നുകൊടുത്തത് സംസ്കൃതവുമാണ്. 8-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ബ്രാഹ്മണ കുടിയേറ്റം കേരളത്തിന്റെ സാമൂഹിക ഘടനയെയും അധികാരവ്യവസ്ഥയെയും മാറ്റിമറിച്ചു. ആയുധം കൊണ്ടല്ലാതെ ആശയങ്ങളും ആചാരങ്ങളും ഉപയോഗിച്ച് അവരൊരു പുതിയ സാമൂഹിക ക്രമം സ്ഥാപിച്ചു. ഈ വലിയ സാംസ്കാരിക സങ്കലനത്തിന്റെ ഏറ്റവും മനോഹരവും ശക്തവുമായ സ്മാരകമായി ദ്രാവിഡമായ കരുത്തും സംസ്കൃതത്തിന്റെ സൗന്ദര്യവും ഒത്തുചേർന്ന നമ്മുടെ മലയാള ഭാഷ ഇന്നും നിലകൊള്ളുന്നു.